നമസ്കാരം. നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അവയിൽ ചിലത് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു. അഹങ്കാരം, ഗർവ്, ഞാൻ വലിയവനെന്ന ഭാവം എന്നിവ മറ്റുള്ളവരിൽ നിന്ന് നമ്മെ അകറ്റുന്നു. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന വിശുദ്ധ ബൈബിൾ വാക്യം വളരെ പ്രസക്തമാണ്. അഹങ്കാരം മനസ്സിനെ ചീത്തയാക്കുന്നു, വിവേകത്തെ നശിപ്പിക്കുകയും സ്വഭാവത്തെ മോശമാക്കുകയും ചെയ്യുന്നു. അഹങ്കാരികളെ മറ്റുള്ളവർ വെറുക്കുന്നു. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട എന്ന ഭാവത്തിൽ, എന്ന വേഷത്തിൽ അമിത പ്രാധാന്യം നൽകി ഗർവോടെ ഞെളിഞ്ഞു നടക്കുന്ന ആൾക്കാരെ ആർക്കും ഇഷ്ടമില്ല. മനുഷ്യ മനസ്സുകളെ തമ്മിൽ അകറ്റുന്നതിൽ അഹങ്കാരത്തിന് നല്ല സ്ഥാനമുണ്ട്. അവനൊരു അഹങ്കാരി ആണെന്ന് മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയാനിട ഉണ്ടാക്കരുത്. അഹങ്കാരമുള്ളവർ ദൈവത്തെയും മറ്റുള്ളവരെയും മറക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ ചെറുതാവുകയാണ് ചെയ്യുന്നത്. നമ്മളെ വലിയവനാക്കേണ്ടത് മറ്റുള്ളവരാണ്. പൈതൃകമായി കുറച്ച് സ്വത്ത് ലഭിച്ചതുകൊണ്ടോ, സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ ഒരു നല്ല ജോലി ലഭിച്ചതുകൊണ്ടോ, മക്കൾ വിദേശത്ത് പോയി കുറേ പണം സമ്പാദിച്ച് നൽകിയതുകൊണ്ടോ വളർന്നു വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്നേക്കാൾ മിടുക്കരും നല്ലവരും ധാരാളം ഇവിടെയുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. നാം മറ്റുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. ചിലർ ചില നേട്ടങ്ങൾ കൈവരിച്ചാൽ ഒരു പ്രത്യേക ഈഗോ അവരെ കീഴ്പ്പെടുത്തും. പിന്നെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പ്രത്യേക രീതി കടന്നുകൂടും. വേണ്ടപ്പെട്ടവർക്കൊന്നും വിവരമൊന്നുമില്ല എന്ന് തോന്നും. നാട്ടിലും വീട്ടിലും എത്തിയാലും ഗമയ്ക്ക് ഒരു കുറവുമില്ലാത്തവരുമുണ്ട്. മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ വേലക്കാരെ പോലെ കാണുന്നവരുമുണ്ട്. ഗർവോടെ എടാ, എടി എന്നൊക്കെ വിളിക്കുവാൻ ഒരു മടിയില്ലാത്തവരുമുണ്ട്. അഹങ്കാരത്തിൻ്റെ മറുവശമാണ് വിനയം. വിനയം മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നു. ജീവിതത്തിൽ നമുക്ക് ഉയരണമെങ്കിൽ ഇക്കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചെറിയ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം.